ചേർത്തല നഗരത്തിലെ ഇരുമ്പുപാലം പൊളിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. സ്ഥലം ഉടമകളുടെയും വ്യാപാരികളുടെയും യോഗം ചേർന്നു. ഇരുമ്പുപാലത്തിന് ബലക്ഷയം ഉണ്ടെന്ന് കണ്ടെത്തിയെങ്കിലും ഇതുവഴി ഹെവി വാഹനങ്ങൾ ഇപ്പോഴും സഞ്ചരിക്കുന്നു. നഗരത്തിലെ പ്രധാനമായ ഇരുമ്പുപാലം പുനർനിർമ്മാണത്തിനായി നടപടികൾ തുടങ്ങി. കിഫ്ബി വഴി 21.22 കോടി മുടക്കിയാണ് നിർമ്മാണം. നഗരത്തിന്റെ വികസന സാധ്യത ഉയർത്തുന്നതിനൊപ്പം ഗതാഗതക്കുരുക്കിനും പാലം വികസനം വലിയ പരിഹാരമാകുമെന്നാണ് കണക്കാക്കുന്നത്. പദ്ധതികൾക്കായി സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ ഉടമകളുടെയും സ്ഥലത്ത് കച്ചവടം നടത്തുന്നവരുടെയും ജീവനക്കാരുടെയും അടക്കം യോഗം ചേർന്നു. സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഉടമകൾക്കൊപ്പം വാടകക്കാർക്കും കച്ചവടം ഇല്ലാതാകുന്നവർക്കും ജീവനക്കാർക്കുമടക്കം നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന തരത്തിലാണ് സ്ഥലം ഏറ്റെടുക്കൽ. ജില്ലാ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ AR സുധീഷിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും വേഗത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു. യോഗത്തിൽ സ്പെഷ്യൽ തഹസിൽദാർ PS അമ്പിളി, സൂപ്രണ്ട് സന്തോഷ്, വാല്യുവേഷൻ അസിസ്റ്റന്റ് ഹാരിസ്, ശ്രീകുമാർ, സൂര്യകാന്ത്, ശംഭു എന്നിവർ പങ്കെടുത്തു. AS കനാലിന് കുറുകെ 32 മീറ്റർ നീളത്തിലും നടപ്പാത ഉൾപ്പെടെ 14 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. പാതയിൽ നിന്ന് ഇരുകരകളിലേക്കും 110 മീറ്റർ നീളത്തിലാണ് റോഡ് വീതി കൂട്ടി വികസിപ്പിക്കുന്നത്. 1.5 മീറ്റർ വരെ വീതി കൂടും. ഇതിനു പുറമെ ഇരുകരകളിലുമായി 4 അനുബന്ധ പാതകളും വികസിപ്പിക്കുന്നുണ്ട്.